ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുകയാണ്. യെസ്, സോ 3rd വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ റോഡ് ട്രിപ്പ് പോവാണ്. ഗുൽസുവിന് രാവിലെ പിടിച്ച് എണീപ്പിച്ച് എൻ്റെ കുറച്ച് വിരോധം എന്നോടുണ്ട്. രാവിലെ തന്നെ പിടിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ചു, എന്നിട്ടാണ് ഇങ്ങനെ ഉണക്കാൻ കയറ്റിയിരുത്തിയിരിക്കുന്നത്. എൻ്റെ ഭയങ്കര ദേഷ്യത്തിൽ നോക്കിയിരുന്നു ഗുൽസു. സോ തേസായിട്ടാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കണം. 3 വർഷം കടന്നു പോയിരിക്കുന്നു. 3 വർഷം 3 ദിവസം പോലെ എനിക്ക് തോന്നിയത്. അതെയോ? അത്രയ്ക്ക് എന്റർടൈനിങ് ആയിരുന്നു. നമ്മളധികം കാണാറില്ലല്ലോ. അതെ. ലോങ് ഡിസ്റ്റൻസിൽ തന്നെയായോണ്ട് വല്ലപ്പോഴും കാണുന്നോണ്ട് പെട്ടെന്ന് സമയം പോയി. 3 വർഷം കഴിഞ്ഞു, കുട്ടിക്ക് 1.5 വയസ്സായി. അല്ലേ? നമ്മള് കണ്ടിട്ടില്ല. പക്ഷെ വെഡിങ് ആനിവേഴ്സറി ദിവസം തോന്നിവാസം പറയാണ് തേജസ് ജ്യോതി. എനിവേസ്, ഞങ്ങൾ കാറിന്ന് ഒരുപാട് എടുക്കുന്നില്ല, കാരണം ഞങ്ങളുടെ എല്ലാ വ്ളോഗും അല്ലെ കാറിലാണ്. സോ ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ നിലമ്പൂർ വഴി, ബന്ദിപ്പൂർ വഴി മൈസൂറിലേക്കാണ്. ആൻഡ് ഫ്രം ദെയർ വി ആർ പ്ലാനിങ് ടു ഗോ ടു ബാംഗ്ലൂർ ആസ് വെൽ. സോ ബാംഗ്ലൂർ ഭയങ്കര ട്രാഫിക് പ്രശ്നം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും ഏതായാലും മൈസൂർ വരെ പോയില്ലേ വെച്ചിട്ട് ബാംഗ്ലൂർ പോവാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാൻ തോന്നിയാലോ? ഒറ്റ മൈൻഡ്, പെട്ടിയിൽ കുറെ സാധനം എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി മൈസൂർ പോണ വഴി വല്ല നല്ല കാഴ്ചകൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ മൈസൂർ എത്തിയിട്ട് നമുക്ക് കാണാം, അല്ലെ? ബൈ ബൈ. A few moments later. ഗുൽസു എൻജോയ് ചെയ്യുന്നുണ്ടോ ട്രിപ്പ്? യെസ്, വി ആർ എൻജോയിങ് ദ ട്രിപ്പ്. ആ കാർ സീറ്റിലൊന്ന് കയറി ഇരിക്കുക. ഗുൽസു ഇത്ര നേരം കാർ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നടുവൊക്കെ വേദനിച്ചിട്ട് തോന്നുന്നു അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ്. കാർ സീറ്റ് സൂപ്പറാണോ കാർ സീറ്റ്? അതെയോ? എന്നിട്ട് എന്താ ഇരിക്കാത്ത? 2 o'clock ഇരിക്കാന്ന്. ഓക്കെ. നാട് കാണിച്ചുരം കയറിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ടീമായി വന്ന് അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ സ്കൂളിലെ കുട്ടികളുണ്ട്, പല ഓഫീസേഴ്സിലെയും ഓർഗനൈസേഷനിലെയും ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു ഗംഭീര ഇനീഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും വളരെ ഉഷാറോടെ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും. എന്തടാ എന്ത് ഉണ്ണി അങ്ങോട്ട് നോക്കടാ, ഇത് നോക്ക്, വ്യൂ നോക്ക് ഗുൽസു, കണ്ടോ? എന്താ ചൂറ്റുവോ? കുഞ്ഞുമാളു അതേപോലെ കൊഞ്ഞണം കുത്തി കാണിക്കുന്നു. അവിടെ മാളുന്നൊരു കുഞ്ഞ് കൊരങ്ങനും അമ്മ കൊരങ്ങനും. ഗുൽസു ഞാനാണോ? അല്ല, തേസേട്ടനും ഗുൽസു. ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കാറില്ല എപ്പോഴായിട്ട്. ഇപ്പൊ അടി കൂടിയാലും ഫ്യൂച്ചറിൽ ഗേൾ ബേബീസിന് പൊതുവെ അച്ഛന്മാരോട് ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പാട്ട് വെക്കൂ എന്റെ കുട്ടി വയലന്റ് ആവുന്നു. നോർമൽ ക്ലൈമറ്റ്, ചൂടില്ല, ചൂടുകാറ്റല്ല എന്ന് മാത്രം, നോർമൽ കാറ്റ്. എന്തേത് നോക്ക, അമ്മ കുച്ചപ്പു അമ്മ കുച്ചുവിനെ പിടിക്കണ പോലെ പിടിച്ചിട്ട് കണ്ടോ? കണ്ടോടാ അച്ഛടാ ഉണ്ണി. ഇതെന്താ? ആൾക്കാർ വന്ന് ഇവിടെ കഴിക്കുകയാണെങ്കിൽ വേസ്റ്റ് ഇടുന്നുണ്ട്. ഇവിടെ എനിക്ക് സങ്കടം തോന്നുന്നത് അവര് ഇത്രയും ക്ലീൻ ചെയ്യാ, എന്നിട്ട് ഇവിടെ വീണ്ടും ആൾക്കാര് ഫുള്ള് വേസ്റ്റ് ഇട്ട് വെച്ചിരിക്കണം. ഭയങ്കര കഷ്ടാണ്. നമ്മൾ തന്നെ ഈ സ്ഥലമൊക്കെ വൃത്തികേടാക്കണം. അത് ഒരു എനിക്ക് ആക്ച്വലി ഇവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത്രയും ആൾക്കാരത് ക്ലീൻ ചെയ്യണം. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കുക, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഡിസ്പോസ്, പ്ലീസ് ഡു കാർ
കാറില് ഒന്നും ഉപദേശിക്കാൻ സമ്മതിക്കുന്നില്ല കുരങ്ങി. അപ്പൊ കാറിൽ തന്നെ വെക്കുക. എന്ത് വേസ്റ്റും. ഏറ്റവും കൂടുതൽ ഞാൻ വഴിയിൽ വരുമ്പോൾ കണ്ടത് കള്ളും കുപ്പികളാണ്. ആൽക്കഹോൾ തന്നെ അത്ര നല്ലതല്ല. ഓക്കെ, ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് കുടിക്കുന്നതും കുടിക്കാത്തതും. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന കുപ്പി അറ്റ്ലീസ്റ്റ് നമ്മൾ തന്നെ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമം. ഇത്രയും ആൾക്കാർ അവിടെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഇത്രയും ആൾക്കാർ ക്ലീൻ ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ ഇടുമെന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമം. ഓക്കെ, ഒരു കുട്ടി ബ്രേക്ക് എടുത്തതിന് ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ കേരള തമിഴ്നാട് ബോർഡർ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വഴി നീളെ ഈ ഗുൽമോഹർ, നമ്മുടെ വീടിൻ്റെ പേരാണല്ലോ, ഗുൽമോഹർ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുകയായിരുന്നു. ഈ കാഴ്ചയൊക്കെ കണ്ട് മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കയറി ഉടനെ നമ്മളൊരു വലിയ ആളെ കണ്ടു. മൂപ്പര് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയായിരുന്നു ഈ മരത്തിൻ്റെ പുറകിൽ. ഞാൻ സ്ലോ മോഷനിലിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ആക്ച്വലി ഓൾറെഡി 3 ഒറ്റയാനെ കണ്ടു. പക്ഷെ ഇങ്ങനെ നമുക്ക് ഇവിടെ അധികം നിർത്താൻ പറ്റില്ല. അപ്പോൾ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും ആനയെ കിട്ടണില്ല. വലിയ ഇങ്ങനെ കൊമ്പൊക്കെയുള്ള വലിയ ആനകളെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാട്ടാനെ ഇത്രയും അടുത്ത് ഫ്രീ ആയി കാണല്ലേ. അത് ഭയങ്കര കൊമ്പ്. അടുത്ത് വന്ന അയ്യാ ജീവൻ പോവും. ഒന്നുമില്ല. അത് എന്നിട്ട് അവരിങ്ങനെ ഈ മരത്തിന്റെ പുറകിൽ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുക. ഇങ്ങനെ ചിലപ്പോൾ വണ്ടികളെയൊക്കെ പേടിച്ചിട്ടായിരിക്കും, അറിയില്ല. പക്ഷെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന പോലെ നിൽക്കണം. എനിക്ക് 2 എണ്ണത്തിന് മിസ്സായി. ഒന്ന് കൊമ്പ് ഇല്ലാത്തതാവുന്നു, 2 എണ്ണം. ഒന്ന് ഭയങ്കര വലിയ കൊമ്പ്. കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ കർണാടക തമിഴ്നാട് ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. കർണാടക സ്റ്റേറ്റ് ടച്ച് ചെയ്തു ഞങ്ങൾ. അപ്പോൾ ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഇനി കാണാൻ പോകുന്നതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ശരിക്കും പറഞ്ഞാൽ ഈ നട്ടുച്ചയ്ക്ക് വന്നിട്ടും ഞങ്ങൾക്ക് ആനിമൽസിനെ കാണാൻ പറ്റിയെങ്കിൽ അതൊരു ലക്കായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ചിലപ്പോൾ ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, ചിലപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഇതിനൊക്കെ ഒരു ഭാഗ്യമാണ്. വെഡിങ് ആനിവേഴ്സറി ട്രിപ്പ് സോ ഫാർ കൊള്ളാം. പാവങ്ങളുടെ മസൈമാരെ ട്രിപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ മസൈമാരെ കാണിക്കാൻ. ഇതാണ് മസൈമാര്. ഇത് കാണുന്നു, നല്ല ഭംഗിയുണ്ട്. കാളെപ്പോ വരും. വീഡിയോ എടുക്കുന്ന ഒരു കാട്ട് സൂര്യകാന്തി ഇവിടുന്ന് സൈഡാക്കാം. അൺഎക്സ്പെക്റ്റഡ് ട്രിപ്സ്, സ്പോണ്ടേനിയസ് പ്ലാൻസ് ആർ ദി ബെസ്റ്റ് അല്ലേ? സൂര്യകാന്തി ആർ ദി ബെസ്റ്റ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണിത്.
നല്ല ഭംഗിയുണ്ട്. ഗുൽസ് എന്തത്? ഇതെന്തത്? എന്തത്? ഇതെന്താ? പൂവാണോ? ഞങ്ങളങ്ങനെ കഴിക്കാൻ ഹോട്ടൽ തപ്പി ലാസ്റ്റ് ആശീർവാദ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഹോട്ടലിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്നാ വേണ്ട? ഓക്കെ, അപ്പാത്തി വേണം ഗുൽസൂന്. അപ്പയ്ക്ക് എന്താ കഴിക്കാൻ? എനിക്ക് സൗത്ത് ഇന്ത്യൻ. ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ, അപ്പ സൗത്ത് ഇന്ത്യൻ. ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതൊക്കെ ദിവസമായിട്ട് അവിടെ പുറത്ത് ആരുടെ മുഖം. ഇവിടുത്തെ രാജാവായിരിക്കും. ഉറക്കം വരുന്നുണ്ടോ തേജസ്? എന്നാ ഉറങ്ങാം, എന്നിട്ട് ബാക്കി നാളെ നോക്കാം. ഓക്കെ ഓക്കെ, ബൈ. സോ ഇതാണ് നമ്മുടെ റൂം ഫോർ 2 days. കുഴപ്പമില്ല അല്ലേ? ആ ബേവിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഹായ്, അത് കൊള്ളാം. നമുക്ക് ആക്ച്വലി ഒരു ബാൽക്കണി വന്നിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് എലഗൻറ്റ് ആൻഡ് വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു വാഷ്റൂം. യെസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ വന്ന ഉടനെ മേല് കഴുകി എന്നിട്ട് കിടന്നുറങ്ങി. എന്നിട്ടിപ്പോൾ സമയം 8 മണി. We are about to have dinner. കുതിര അല്ല, കഴിയല്ല കുതിര. കണ്ടോ? എന്റെ കണ്ണ് സൈഡിൽ ഫോക്കസ് ചെയ്യാൻ 2 സൈഡും. അത് ഞാൻ ഇതേപോലെ ഇരുന്നാ പഠിക്കുന്നത്. ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിന് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ്. എങ്ങടൊക്കെയോ പോണ്ട്. അപ്പോ പാലസിന്റെ അവിടേക്ക് ഒന്ന് വന്നതാ. നല്ല രസം. ഫുൾ കുതിര. നാളെ രാത്രി പോവാം നമുക്ക്. അതാ പോണ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഡ്രൈവിനൊക്കെ പോയി വന്നിട്ട് ഇനി ഉറങ്ങാൻ പോവാണ്. ഇനി നാളെ എന്തൊക്കെ പോയി കാണണു എന്നൊക്കെ ഉള്ള കാണിച്ചു തരാം. കാര്യമായ കാണലൊക്കെ കുറവായിരിക്കും, എന്നാലും പോയി കാണുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. കറങ്ങാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഈ ചൂടത്തൊന്നും അറിയില്ല. ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ ഉദ്ദേശം സൈറ്റ് സീയിങ് അല്ല, ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ്. സോറി, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എണ്ണാഞ്ച ഹായ്. അപ്പം ഞങ്ങൾ
വീട്ടിൽ നിന്ന് ഇറങ്ങാൻ റൂമിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് ഷോപ്പിംഗ് പരിപാടിക്കൊക്കെ പോയി. അതൊന്നും പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ മൈസൂർ സൂല് വന്നിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഗുൽസുവിന് വേണ്ടിയിട്ട്. ആ ഗുൽസുവിന് നിങ്ങൾക്ക് കാണണോ? ഫ്ലാറ്റ്, വൻ ഫ്ലാറ്റ്. ഇനി ഞങ്ങൾ ജിറാഫിനെയും കോഴീനെയും ആടിനെയൊക്കെ കണ്ട് അല്ലേ ചില്ല് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറിച്ച് എണീക്കായിരിക്കും. ഞങ്ങൾ ബഗ്ഗി ബുക്ക് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി മൈസൂർ വരാൻ പ്ലാൻ ചെയ്യുന്നവർ മൈസൂർ സൂല് വളരെ നടക്കാനൊന്നും വയ്യ, കുറച്ച് ചില്ല് ചെയ്ത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഒരു വാൻ പോലത്തെ സംഭവമുണ്ട്, ബഗ്ഗി പോലത്തെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാം. നമുക്ക് എത്ര വന്ന് 2000 സംതിങ് 2500 അങ്ങനെ എന്തോ ആണ് വന്നത്. അത് പക്ഷേ 7 പേർക്ക് വരെ അതിൽ പോവാം. ഞങ്ങൾ ആകെ 2.25 ആൾക്കാരുള്ളതുകൊണ്ട് സ്റ്റിൽ ആ പൈസ കൊടുക്കേണ്ടി വന്നു. എന്നാലും നമുക്ക് നടക്കാണ്ട് കാണാൻ പറ്റും. വയസ്സായതുകൊണ്ടേ അല്ലേ, പ്രാരാബ്ദം. അപ്പം അങ്ങനെ അപ്പം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ജിറാഫിനൊക്കെ കാണാം കേട്ടോ. അല്ല, റിയലാ ആണോ? പ്രതിമ നീങ്ങി. അതൊന്നുമല്ല, റിയൽ. ഇപ്പം നമ്മള് ബഗ്ഗി അവസാനം ഒരു അരമണിക്കൂറല്ലേ, അരമണിക്കൂറില്ല പക്ഷെ ചൂടുള്ളതുകൊണ്ട് നമുക്ക് അരമണിക്കൂറായിട്ട് തോന്നി. എന്തായാലും നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നു. ഇനി വഴിയിലെ മൃഗങ്ങളെ കാണാം. ഗുൽസുനെ എണീപ്പിച്ചോ? അവർ നോക്ക്, എന്താ എന്താ വിളിച്ചത്? എന്താ കൊക്കോ ആണോ? ഇത് നമ്മുടെ ഒറ്റപ്പാലത്തുള്ള അല്ല, ബ്ലൂ. ഇത് ആസാമ ഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ വെറുതെ എല്ലാം പറഞ്ഞു തരും. കണ്ടോടാ ഇങ്ങനെ കരയണം. ടൈഗർ, അച്ഛൻ തന്നെ ഒരു ടൈഗറാ. പിന്നെ വേറൊരു പുള്ളി ടൈഗർ. കണ്ടുണ്ടായിരുന്നു. വേറെ ലൈൻ വേണ്ട. ഗുൽസൂദ് എന്താ ആനയാണോ? ഹായ് പറയാനോട്. കണ്ടാൽ തന്നെ പേടിയാണ്. ഇതിനെ ഞങ്ങൾ ആക്ച്വലി കണ്ടു, പക്ഷെ ഇത്ര അടുത്തൊന്നും കണ്ടില്ല, ഇത്തിരി ദൂരത്തുനിന്ന് കണ്ടു. ചേട്ടാ, ചേട്ടാ, അതാ നോക്കി ചേട്ടാന്ന് വിളിച്ചപ്പോ ഇങ്ങനെ ചോദിക്കണേ. ആ കറക്റ്റ്. എന്നിട്ട് ചോദിച്ചേ ഉണ്ണി അപ്പാ വിളിക്കടാ. നോക്കി അപ്പാ അപ്പാ വിളിക്കുണ്ണി.
എല്ലാം അയ്യോ, ഇനി ഞങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്തൊരു ജീവിനെയാണ് കാണാൻ പോകുന്നത്. അയ്യോ, പൈത്തൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈസൂരിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട്സ് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നില്ല ഇത്. ഞങ്ങളിങ്ങനെ ആനിവേഴ്സറി പ്രമാണിച്ച് കാറും എടുത്ത് ഒരൊറ്റ ഇറങ്ങിയതാണ്. റോഡിലൂടെ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ മാക്സിമം കാണാം അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാമുണ്ഡി ഹിൽസിലേക്കുള്ള ഡ്രൈവും കൂടി എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. പോയ സ്ഥിതിക്ക് അമ്പലത്തിൻ്റെ പരിസരം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. പക്ഷേ നല്ല ഇടിയുണ്ടായിരുന്നു. ഇടിയെക്കാട്ടിലും കൂടുതൽ മിന്നലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ കുറച്ച് നേരം നിൽക്കണം എന്നുണ്ട്. പക്ഷേ ഉത്സവനെ കൊണ്ട് നിൽക്കാൻ അത്ര നമുക്കൊരു സേഫായിട്ട് തോന്നിയില്ല. നല്ല രീതിക്ക് മിന്നലുണ്ടായിരുന്നു. ഒന്നാമതൊരു മലയുടെ മുകളിലല്ലേ നിൽക്കുന്നത്, കാണാൻ ഭയങ്കര രസമായിരുന്നു. ആ ഒരു ഫീല്, നല്ല കാറ്റും ഇടിമിന്നലും. പക്ഷേ ഈ സേഫ്റ്റി കൺസേൺസ് ഉള്ളതുകൊണ്ട് പിന്നെ ഗുൽസുവിന് ചെറിയ ഇരുട്ടും ഇതൊക്കെ പേടിയായതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ദിവസം രാവിലെ വളരെ ലേറ്റായിട്ട് ഞങ്ങൾ എണീറ്റ് ചെക്കൗട്ടൊക്കെ ചെയ്ത് നേരെ വിട്ടത് മധുർ വട കഴിക്കാനാണ് കേട്ടോ. മൈസൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡാണത്രേ, ഒരു സ്നാക്കാണത്രേ ഇത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കിട്ടിയില്ല. വൈകുന്നേരം എത്ര ആവുള്ളൂ. അപ്പോൾ ആ ഒരു നിരാശയോടെ ഞങ്ങൾ എന്ത് ചെയ്തു, ബാംഗ്ലൂർക്ക് പോകാമെന്ന് അങ്ങോട്ട് പ്ലാൻ ചെയ്ത് ബാംഗ്ലൂർ റോഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. എന്താ റോഡ്, അടിപൊളി. അപ്പോഴാണ് പോണ വഴി ചന്നപട്ടണ ഇവിടെ അടുത്തല്ലേ എന്ന് ഓർമ്മ വന്നത്. ചന്നപട്ടണ എന്നുള്ളത് ബാംഗ്ലൂരിൻ്റെയും മൈസൂരിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു സ്മോൾ ടൗൺ ആണ് കേട്ടോ. ഇവരെ വെൽക്കം ചെയ്യുന്ന ബോർഡ് തന്നെ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ടോയ്സ് എന്നാണ്. ഇവരുടെ ആ ഒരു വുഡൻ ടോയ്സ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ടോയ്സാണ്. പണ്ട് തൊട്ടേ അവരുടെ ജനറേഷൻ പാസ് ഡൗൺ ചെയ്തിട്ടുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നാച്ചുറൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നോൺ ടോക്സിക് ആയിട്ടുള്ള വുഡൻ ടോയ്സാണിത്. ഇതിലെ കളേഴ്സ് വരെ വെജിറ്റബിൾ കളേഴ്സാണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചന്നപട്ടണ ടൗൺ കയറുമ്പോൾ തന്നെ ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനത്തെ അനവധി കടകൾ നമുക്ക് കാണാൻ പറ്റും. ചെറിയ കടകൾ തൊട്ട് വലിയ കടകളിലൊക്കെ ഈ ചന്നപട്ടണ ടോയ്സ് അവൈലബിൾ ആയിരിക്കും. ഭയങ്കര സസ്റ്റൈനബിൾ, ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള ടോയ്സാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എൻ്റെ പുതിയ വീട്ടിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുൾ ഹോം ടൂർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ടോയാണിത്. നമ്മൾ വൺസ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് തിരിച്ചു പോകാൻ ഒന്ന് മടിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓതന്റിക് സാധനമാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വീട്ടിലേക്ക് ചന്നപട്ടണയുടെ ടോയ്സ് മേടിച്ചിരുന്നു. അത് ഇതിനെക്കാട്ടിലും ഹെവി ആണ്, ഫിനിഷിങ് അടിപൊളിയായിരുന്നു. പക്ഷെ അത് ഇതിനേക്കാൾ ലെസ് എക്സ്പെൻസീവ് ആയിരുന്നു. ലെസ് എക്സ്പെൻസീവ് അങ്ങനെയല്ല, വലുതിനുണ്ട് 2000 ഒക്കെ ഉണ്ട്. പക്ഷെ 2000-ന് അത് ഭയങ്കര ക്വാളിറ്റി ആയിരുന്നു. പക്ഷെ ഇവര് പറയുന്നത് വെജിറ്റബിൾ എന്തോ കളർ അങ്ങനെയൊക്കെ അതിനെ പറ്റൊന്നും അറിയില്ല. ഇവര് പറയുന്നത് വെജിറ്റബിൾ കളേഴ്സാ യൂസ് ചെയ്തിരിക്കുന്ന, ഒറിജിനൽ വുഡാന്നൊക്കെ. പക്ഷെ ഞാൻ മേടിച്ചിട്ട് കുറച്ചുകൂടി നമുക്ക് ആ ക്വാളിറ്റി വാസ് ബെറ്റർ. അത് മേടിച്ചത് ബാംഗ്ലൂരിലെ ഒരു ഷോപ്പ് എന്നാട്ടോ. അത് കുറച്ചുകൂടി ഒരു പ്രീമിയം, ഇങ്ങനെ AC അങ്ങനത്തെ ഒക്കെ സ്ഥലം. പക്ഷെ നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ളപ്പോ റേറ്റ് കൂടുന്നു. പക്ഷെ അല്ല, അവിടെ റേറ്റ് ഉണ്ടെങ്കിൽ ഇതേ റേറ്റ്, സെയിം റേറ്റ് ബട്ട് ബെറ്റർ ക്വാളിറ്റി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഹൈവേയിലും പിന്നെ ഈ ചന്നപട്ടണന്ന് നമ്മൾ മേടിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ഡിമാൻഡ് ഉണ്ടാവുമല്ലോ, അതായിരിക്കും അവര് റേറ്റ് കൂടുതൽ പറയുന്നത്. പക്ഷെ നമുക്കൊരു വൺ ടൈം അല്ലെ വന്ന് പഴയ കുറെ രസമുള്ള കുറെ സാധനങ്ങളുണ്ട്, കൊറേ കടകളുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ കണ്ടതിലൊരു കട കയറിയെന്നേ ഉള്ളൂ. ഒരുപാട് ഷോപ്സ് ഉണ്ട്. പറഞ്ഞ പോലെ ഒറ്റ മൈൻഡിൽ ബാംഗ്ലൂരിലേക്ക് പോവാണ്. പോണ വഴി ഇതാ നമ്മുടെ വണ്ടർല കണ്ടു, വിച്ച് മീൻസ് ബാംഗ്ലൂർ നമ്മൾ എത്താറായി എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്.
അപ്പോൾ ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ആക്ച്വലി കൊറോണ ടൈമിൽ, കോവിഡിന് മുന്നേ ലൈസൻസ് കിട്ടിയപ്പോൾ തന്നെ വിചാരിച്ചാണ് ബാംഗ്ലൂർക്ക് ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന്. തേജേട്ടന് ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് അത്ര ബാംഗ്ലൂർ റോഡ് ട്രിപ്പ്. എന്തായാലും രണ്ടുപേരുടെ ആഗ്രഹവും സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഡ്രൈവായിരുന്നു. എൻ്റെ ഒരു സങ്കടം എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഗുൽസ് ഒട്ടും സഹകരിക്കുന്നില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗുൽസു ഹാപ്പി ആയിരുന്നു, ഞാൻ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഗുൽസു ഹാപ്പിയാണ്. എന്തായാലും നമ്മുടെ ഇപ്പോൾ ബാംഗ്ലൂർ യാത്രയും അടിപൊളിയായിരുന്നു. സോ ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.